പ്രിയമുള്ളവരെ, മറ്റം നിത്യസഹായ മാതാവിൻ്റെ തീർത്ഥ കേന്ദ്രത്തിലെ ഈ മാസത്തെ 2ാം ശനി ആചരണത്തിൻ്റെ ഭാഗമായി ഇന്ന് കാലത്ത് 10 മണി മുതൽ ഉച്ചതിരിഞ്ഞ് 4 മണി വരെ ഏകദിന ധ്യാനം സംഘടിപ്പിച്ചു. ജപമാല, വചനപ്രഘോഷണം, നന്ദി സ്തുതി ആരാധന, ദിവ്യബലി, അനുഭവ സാക്ഷ്യം, ദിവ്യകാരുണ്യ ആരാധന എന്നീ തിരുക്കർമ്മങ്ങൾക്ക് തോളൂർ പള്ളി വികാരി റവറൻഡ് ഫാദർ പോൾ കള്ളിക്കാടൻ കാർമ്മികത്വം വഹിച്ചു. മറ്റം സെന്റ് തോമസ് ഫൊറോനപ്പള്ളിയിലെ മോറിയ പ്രാർത്ഥന കൂട്ടായ്മയാണ് ഏകദിന ധ്യാനത്തിന് നേതൃത്വം നൽകുന്നത്. ഏവർക്കും ഏകദിന ധ്യാനത്തിനും തുടർന്നുള്ള തിരുക്കർമ്മങ്ങളിലേക്കും മറ്റം നിത്യസഹായ മാതാവിൻ്റെ തീർത്ഥ കേന്ദ്രത്തിലേക്ക് സ്വാഗതം. പ്രിയമുള്ളവരെ, നമ്മൾ ക്രിസ്തുമസിൻ്റെ ഏറ്റവും അവസാന നാളുകളിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മളുടെ അമ്മ മാതാവിൻ്റെ മാധ്യസ്ഥം തേടി ഈ കുന്നും മകളിലേക്ക് ഒരിക്കൽ കൂടി ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. നമ്മൾ ദിവസങ്ങളോളം പ്രാർത്ഥിക്കുന്നുണ്ട്. നമുക്കൊരു നിമിഷം ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം. നമ്മുടെ പോൾ കള്ളിക്കാടൻ അച്ഛനാണ്, തോളൂർ ഇടവകയിലെ വികാരി അച്ഛൻ. നിങ്ങളെ അച്ഛനെ പറ്റി കേട്ടിട്ടുണ്ടാവും. ഇല്ലേ, അച്ഛൻ പട്ടം കിട്ടുന്ന സമയത്ത് അച്ഛനെ കണ്ണ് ശരിക്കും കാണാൻ പറ്റാത്ത അച്ഛനായിരുന്നു. അച്ഛൻ്റെ കുർബാനയൊക്കെ പക്ഷേ യൂട്യൂബിലും ഇതിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അച്ഛനാണ് ഇന്ന് നമുക്ക് ദൈവം ഇന്നേ ദിവസത്തേക്ക് ഈ 13-ാം തീയതി ഡിസംബർ 13-നായിട്ട് നമുക്ക് വേണ്ടി ഈ ദേവാലയത്തിൽ അമ്മയുടെ മടിത്തട്ടിൽ നിന്നുകൊണ്ട് ശുശ്രൂഷ ചെയ്യാനായിട്ട് കർത്താവ് തെരഞ്ഞെടുത്ത് കൊണ്ടുവന്നത് കള്ളിക്കാടൻ അച്ഛനാണ്. അച്ഛൻ്റെ വീട് വെളുത്തൂര് എന്ന് പറഞ്ഞ സ്ഥലം അറിയാമല്ലോ അല്ലേ? ഓക്കെ. അപ്പൊ അവിടെയാണ് അച്ഛന്റെ ബാക്കിയുള്ള കാര്യങ്ങൾ അച്ഛൻ തന്നെ നിങ്ങളുടെ അടുത്ത് പറയും. അപ്പൊ അച്ഛനെ നമുക്ക് തന്നതുകൊണ്ട് അതുപോലെ തന്നെ നമുക്ക് ഇന്ന് ഗാന ശുശ്രൂഷയ്ക്കായിട്ട് കടന്നു വന്നത് ഇപ്പൊ എല്ലാ മാസവും അടുപ്പിച്ചു വരുന്നത് ഷനോജ് ബ്രദറാണ്. വളരെ മനോഹരമായിട്ട് ഗാനങ്ങളിലൂടെയും അതുപോലെ തന്നെ നമ്മെ സ്തുതിപ്പിക്കാനൊക്കെ ആയിട്ട് നമ്മെ സഹായിക്കുന്ന ഷനോജ് ബ്രദർ. അതുപോലെ നമ്മുടെ എല്ലാ കാര്യങ്ങളിലും നമ്മെ ഇതിനുവേണ്ടി പ്രോത്സാഹിപ്പിക്കുന്നത് നമ്മുടെ വികാരിച്ച കൊച്ചച്ഛനാണ്. നിങ്ങൾക്കറിയാതെ നമ്മുടെ മാതാവിന്റെ പള്ളിയിൽ ദിവസവും ഇവിടെ കൃത്യം രാത്രി 7 മണിക്ക് ജപമാല പ്രദർശനം നടക്കുന്നുണ്ട്. നമ്മള് തിരികെ പ്രാർത്ഥന പോലെ ചുറ്റും നടന്ന് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്നുണ്ട്. ഇവിടെ വചനപാരായണം നടക്കുന്നുണ്ട്. ഈ ജനുവരി മുതൽ എല്ലാ ആഴ്ചയിലും ശുശ്രൂഷ നടത്തണമെന്നൊക്കെയാണ് അച്ഛന്റെ വലിയ ആഗ്രഹം. നമ്മുടെ ഇടവകയുടെ ഈ ഒരു തീർത്ഥ കേന്ദ്രത്തിലെ നമ്മളെ പരിശുദ്ധാത്മാവിനെ ദൈവത്താൽ ആകർഷിക്കപ്പെടാൻ നമ്മൾ ആരും ഇവിടെ കടന്നു വന്നിട്ടില്ല. നമുക്ക് എന്തിനാണ് നമ്മുടെ ഈശോയുടെ സന്നിധിയിലേക്ക് കടന്നു വരുന്നത്? നമ്മളെന്തെങ്കിലും നമ്മുടെ ആവശ്യങ്ങൾ നടത്തി കിട്ടാനാണോ? ആവശ്യങ്ങൾ നടത്തി കിട്ടണം. അതിനേക്കാൾ ഉപരിയായിട്ട് എങ്ങനെ കടന്നു വരുന്നത്? ദൈവത്തോടു കൂടി ആയിരിക്കാൻ, ദൈവത്തെ സ്തുതിക്കുവാൻ. സങ്കീർത്തനങ്ങള് 148:14 പറയണ നമ്മൾ വായിക്കുന്നത് ആകാശവും ഭൂമി കർത്താവിനെ നമ്മൾ സ്തുതിക്കട്ടെ എന്ന് നമ്മൾ പറയുന്നുണ്ട്. സങ്കീർത്തനം മുഴുവൻ പറയുന്നതും ദൈവത്തെ സ്തുതിക്കുവാൻ തന്നെയാണ്. നമ്മൾ ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ കർത്താവിനെ കുറച്ച് സമയം നമ്മളെല്ലാം മറന്നുകൊണ്ട് നമ്മുടെ സന്നിധിയിലായതുകൊണ്ട് കുറച്ച് സമയം നമ്മൾ സ്തുതിക്കാൻ പോവാണ്. ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്താൻ ആ സമയത്ത് നമ്മൾ വേറെ ഒന്നും ചിന്തിക്കേണ്ട. എന്റെ ദൈവം എന്റെ ഞാൻ. കർത്താവ് ഇതാണ് പറയുന്നത്, എന്റെ ജനത്തെ എന്നെ ആരാധിക്കാനായിട്ട് വിട്ടുതരിക. ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ നമ്മൾ അഭിഷേകം ചെയ്തിരുന്ന ജ്വലിച്ചിടട്ടെ, ആത്മാവിൽ ജ്വലിച്ചിടട്ടെ. അഗ്നിയാൽ അഭിഷേകം ചെയ്തിരുന്ന ആത്മാവിൽ ജ്വലിച്ചിടട്ടെ, ആത്മാവിൽ ജ്വലിച്ചിടട്ടെ. രാജ്യങ്ങൾ വിറക്കട്ടെ, യേശുവിൻ നാമത്തിൽ ദാസന്മാർ പുറപ്പെടട്ടെ, ദാസന്മാർ പുറപ്പെടട്ടെ. രാജ്യങ്ങൾ വിറക്കട്ടെ, യേശുവിൻ നാമത്തിൽ ദാസന്മാർ പുറപ്പെടട്ടെ, ദാസന്മാർ പുറപ്പെടട്ടെ. ആത്മാവിൽ ആരാധന, അഗ്നിയാൽ അഭിഷേകമേ. ആത്മാവിൽ ആരാധന,
പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. അച്ഛനിലൂടെ കിട്ടുന്ന നമുക്ക് എല്ലാ സന്ദേശങ്ങളും പ്രാർത്ഥനകളും നമുക്ക് വചനങ്ങളും ഒക്കെ ദൈവത്തിന്റെ ഹിതത്തിനനുസരിച്ച് നമ്മുടെ ഈ സഭയ്ക്കും നമ്മുടെ സമൂഹത്തിനും നമുക്ക് എല്ലാവർക്കും അത് ഉപകാരപ്രദമാകുവാൻ തക്കത്തിലുള്ള 100% ഫലം പുറപ്പെടുവിക്കുവാൻ തക്ക വലിയ കൃപ നൽകണമേ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് കൈകളടിച്ചുകൊണ്ട് അച്ഛനെ നമുക്ക് സ്വാഗതിച്ചു. പ്രാർത്ഥിച്ചപ്പോൾ പറന്നിറങ്ങിയ പരിശുദ്ധാത്മാവേ, അവിടുത്തെ പ്രത്യേകമായിട്ടുള്ള അഭിഷേകത്താലെ ഈ ശുശ്രൂഷകരെ അനുഗ്രഹിക്കപ്പെട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുക. കർത്താവേ, ഈ നിമിഷം ഈ ആലയത്തിലായിരിക്കുന്ന ഞങ്ങൾ ഓരോരുത്തരെയും തരുന്നു. ഓ പൊന്നു പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ ആത്മാവിനെ, ശരീരത്തെ, മനസ്സിനെ പരിശുദ്ധാത്മാവേ അവിടത്തേക്ക് അടിമ വെച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്വർഗം ഇവിടെ ചൊരിയാനായി ആഗ്രഹിക്കുന്ന എല്ലാ അഭിഷേകവും അതിന്റെ പൂർണ്ണതയിൽ എൻ്റെ മനസ്സിനെ പരിശുദ്ധാത്മാവെ പൂർണ്ണമായും അവിടത്തേക്ക് അടിമ വെച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങൾ ഓരോരുത്തരും ഏറ്റെടുക്കണമേ. ഞങ്ങൾ സ്വീകരിച്ച മാമോദീസായുടെ അനോയിന്റിംഗ്, സ്ഥൈര്യലേപനത്തിന്റെ അനോയിന്റിംഗ് ആദ്യമായി ഞങ്ങൾ കുമ്പസാരിച്ചപ്പോൾ ഞങ്ങൾക്ക് അന്ന് മുതൽ ഇന്ന് വരെ നൽകപ്പെട്ടിട്ടുള്ള ആ സമയമൊക്കെ പകരപ്പെട്ടിട്ടുള്ള അഭിഷേകം നിങ്ങളപ്പോൾ പ്രാർത്ഥിക്കും. വ്യക്തിപരമായ പ്രാർത്ഥനയോട് വചനം ഭക്ഷിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടുകൂടെ നമുക്ക് ബൈബിൾ സ്റ്റഡി എന്ന രീതിയിൽ, അതായത് ആ വിശുദ്ധ ഗ്രന്ഥ ഭാഗത്തെ കുറേയും കൂടെ നമ്മൾ പല വിശുദ്ധരങ്ങൾ കേട്ടിട്ടുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്. നമ്മൾ കുറച്ചുകൂടി ആഴത്തിൽ അത് പഠിക്കാനായിട്ട് നമ്മൾ പരിശ്രമിക്കാം. നമുക്ക് ഈ സമയം നമ്മൾ ഒരുമിച്ച് ബൈബിളുള്ളവരൊക്കെ ഒരുമിച്ച് നിർത്തി നമുക്കത് വായിക്കാം. 12 തിരുവചനങ്ങൾ. യേശു ക്രിസ്തുവിന്റെ ജനനം ഇപ്രകാരമായിരുന്നു. മറിയവും ജോസഫുമുള്ള എനിക്ക് സഹവസിക്കുന്നതിന് മുമ്പ് കാണപ്പെട്ടു. നിർത്തി ഒരു മിഷൻ കേട്ടോ. അവളുടെ ഭർത്താവായ ജോസഫ് നീതിമാനാകയാലും അവളെ അപമാനിതയാകാൻ ഇഷ്ടപ്പെടാതെയാലും അവളെ രഹസ്യമായി തീരുമാനിച്ചു. അവൻ അതിനെ കുറിച്ച് സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് അവനോട് പറഞ്ഞു, ദാവീദിന്റെ പുത്രനായ മറിയത്തെ ഭാര്യയായി സ്വീകരിക്കാൻ ശങ്കിക്കേണ്ട. അവൾ ഗർഭം ധരിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിനാൽ. അവൾ ഒരു പുത്രനെ പ്രസവിക്കും. നീ അവന് യേശു എന്ന പേരിടണം. എന്നാൽ അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്നും മോചിപ്പിക്കും. കന്യക ഗർഭം ധരിച്ച് പുത്രനെ പ്രസവിക്കും. ദൈവം നമ്മോടുകൂടി എന്ന അർത്ഥമുള്ള എമ്മാനുവേൽ എല്ലാം വിളിക്കപ്പെടുന്നു. കർത്താവ് പ്രവാചകൻ മുഖേന അരുളി ചെയ്തത് പൂർത്തിയാകാൻ വേണ്ടിയാണ് ഇതെല്ലാം സംഭവിച്ചത്. ജോസഫ് നിദ്രയിലുണർന്ന് കർത്താവിന്റെ ദൂതൻ കൽപ്പിച്ചതുപോലെ പ്രവർത്തിച്ചു. അവൻ തന്റെ ഭാര്യയെ സ്വീകരിച്ചു. പുത്രനെ പ്രസവിക്കുന്നതുവരെ അവളെ അവൻ അറിഞ്ഞില്ല. അവൻ ശിശുവിനെ യേശു എന്ന് പേര്. നമ്മൾ ഈ വചനഭാഗം പഠിക്കാനായിട്ട് പോവുകയാണ്. 1-ാമത്തെ അധ്യായത്തിൽ 18 മുതലുള്ള തിരുവചന ഭാഗം ഈശോയുടെ ജനനത്തെ കുറിച്ചും നമ്മൾ ഈ ദിവസങ്ങളിൽ പ്രത്യേകിച്ച് കുർബാന ക്രിസ്തുവിന്റെ ജനനം ഇപ്രകാരമായിരുന്നു. യേശു ക്രിസ്തുവിന്റെ ജനനം ഇപ്രകാരമായിരുന്നു എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത്. ഓക്കെ, സാധാരണ നമ്മൾ ഈ സ്കൂളുകളിലൊക്കെ പഠിച്ചിരുന്ന കാലഘട്ടം നമ്മൾ കുട്ടികളെ നമ്മൾ പഠിപ്പിക്കുന്ന സമയത്തൊക്കെ നമ്മൾ ആലോചിക്കാൻ നോക്കുകയാണെങ്കിൽ ഇവിടെ എല്ലാം പറയുന്ന ഒരു രീതിയുണ്ട്. പരീക്ഷകളൊക്കെ വരുമ്പോൾ ചോദ്യം അറിഞ്ഞ് ഉത്തരം എഴുതണം. അപ്പം എങ്ങനെയാണ് ചോദ്യം അതുപോലെ വേണം ഉത്തരം എഴുതാനായിട്ട്. അപ്പോൾ
കുട്ടികൾക്ക് എല്ലാ പരീക്ഷകളും ഏത് വിഷയമാണെന്ന് പറഞ്ഞാൽ ചോദ്യത്തിനുള്ള ഉത്തരമാണ് കുറിച്ചിരിക്കുന്നത്. അതല്ലാതെ നമുക്കറിയാവുന്ന വേറെ ഏതെങ്കിലും എഴുതി വെച്ചിട്ട് കാര്യമുണ്ടാവും? പരീക്ഷയ്ക്ക് വന്നു നന്നായിട്ട് എഴുതിയിട്ടുണ്ട്, പക്ഷെ അത് പരീക്ഷയ്ക്ക് ആവശ്യമായിട്ടതല്ല. ബാക്കിയെന്തോ എഴുതി വെച്ച് മാർക്ക് കിട്ടുമോ? ഇല്ല. അപ്പോ ചോദ്യം എന്ത്, ചോദ്യം ഏത് എന്ന് അന്വേഷണം ചെയ്യാൻ പോവാണ്. ഒന്ന് വായിച്ചത്. യേശുവിന്റെ ജനനം ഇപ്രകാരമായിരുന്നു. അതൊരു ചോദ്യമാണോ ഉത്തരമാണോ? ഉറപ്പാണല്ല, ഒരു ഉത്തരമാണ്. ഒരു ഉത്തരം തുടങ്ങാണ് അവിടെ. അതിന് മുമ്പത്തെ വലിയ ചോദ്യം ചോദിച്ചിട്ടുണ്ടോ? 17-ാമത്തെ തിരുവചനത്തിൽ അങ്ങനത്തെ ഒരു ചോദ്യമാണോ? അല്ല. പക്ഷെ ആ 17 വരെയുള്ള വിഭാഗം കഴിഞ്ഞിട്ട് യേശു ക്രിസ്തുവിന്റെ ജനനം എന്ന് പറഞ്ഞിട്ട് 18 മുതൽ അടുത്തൊരു വിഭാഗമായിട്ടാണ് അത് തുടങ്ങിയിരിക്കുന്നത്. തുടർച്ചയല്ല, ഒന്നാമത്തെ അധ്യായത്തിലാണ് വരുന്നത് എങ്കിലും 17 വരെയുള്ള വചനഭാഗത്തോട് തൊട്ട് നിന്ന് അല്ലെങ്കിൽ അതേ ലൈനിലല്ല വരുന്നത്, അടുത്തൊരു പാരഗ്രാഫ് ആയിട്ടാണ് തുടങ്ങുന്നത്. അത് തുടങ്ങിയിരിക്കുന്നത് ഒരു ഉത്തരം പറഞ്ഞിട്ടാണ്. എന്താണ് ഉത്തരം? എങ്കിൽ എന്റെ ചോദ്യം ഇതാണ്, അങ്ങനെ ഒരു ഭാഗത്ത് യേശുക്രിസ്തുവിന്റെ ജനനം ഇപ്രകാരമായിരുന്നു എന്ന് പറഞ്ഞു തുടങ്ങുന്നുണ്ടെങ്കിൽ അതൊരു ഉത്തരമാണെങ്കിൽ, ഉത്തരം നമ്മൾ എഴുതുന്നത് എവിടെയാ? ചോദ്യത്തിന് താഴെ ഉത്തരം എഴുതുന്നത്. അപ്പോൾ ഇതിന് മുകളിൽ ഒരു ചോദ്യം എവിടെയോ എടുക്കുന്നുണ്ട്. ആ ചോദ്യം എന്താണ്? എപ്രകാരമായിരുന്നു? അപ്പൊ നിങ്ങൾ ഇനി ദൈവമാതത്തിന് പ്രിന്റ് ചെയ്തപ്പോൾ എഴുതാൻ വിട്ടുപോയതാന്ന് വിചാരിച്ച് എഴുതി പഠിപ്പിക്കൊന്നും വേണ്ട. അപ്പൊ നമ്മുടെ ഇതിന്റെ ഒരു പശ്ചാത്തലം നമ്മൾ മനസ്സിലാക്കണം. നമുക്കറിയാം വിശുദ്ധ ഗ്രന്ഥമൊക്കെ എഴുതപ്പെട്ടത് എപ്പോഴാണ്? വിശുദ്ധ ഗ്രന്ഥത്തിന് ഒരു ഒറ്റ ദിവസമല്ല, ഒരു വർഷമല്ല, ഒരു കാലഘട്ടത്തിലൂടെയാണ് ഇത് മുഴുവനും ലിഖിത രൂപത്തിലായിട്ടുള്ളത്. അത് കണക്കാക്കപ്പെടുന്ന ഏകദേശം 1500 വർഷങ്ങൾ എടുത്തിട്ടാണ് ഇത്. ക്ലാസ് ഒക്കെ പറഞ്ഞ് പഠിപ്പിക്കുന്ന കാര്യങ്ങളാണ്. അതിന് ഏകദേശം ഒരു 500 വർഷത്തോളം ഉള്ള സമയം ഇത് ഒരു വാമൊഴിയായിട്ടുള്ള ഒരു കാലഘട്ടമാണ്. അതിനുശേഷമുള്ള 900 വർഷത്തെ കുറിച്ചിട്ടാണ് ലിഖിത രൂപങ്ങൾ നമ്മുടെ കൈവശമുള്ളത്. അപ്പോൾ BC 800 മുതൽ AD 100 വരെയുള്ള കാലഘട്ടത്തിലാണ് ലിഖിത രൂപങ്ങളുള്ളത്, രൂപം പ്രാപിച്ചിട്ടുള്ളത്. അങ്ങനെ പുതിയ നിയമം, മത്തായിയുടെ സുവിശേഷം പുതിയ നിയമ ഭാഗത്ത് ആരംഭിക്കുന്നതാണ്. പുതിയ നിയമ ഭാഗത്തെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ബൈബിൾ പണ്ഡിതാക്കൾ പറഞ്ഞു വയ്ക്കുന്ന ഒരു കാര്യമുണ്ട്. എപ്പോഴാണ് ഈ പുതിയ നിയമം എഴുതപ്പെട്ടത്? എപ്പോഴാണ്? ഈശോയോടൊപ്പം നടക്കുമ്പോൾ ഇതെല്ലാം എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു മർദ്ദശ്ലീഹ ആണോ? പിന്നെ എപ്പോഴാണ്? പിന്നെ എപ്പോഴാണ്? ഈശോ മരിച്ചിട്ട് ആ സമയത്ത് എഴുതിയിട്ടുണ്ടോ? ഈശോ മരിച്ചതിന് ശേഷം അവർ ഇതിന് എഴുതായിരുന്നോ? എന്തായാലും 3 ദിവസം ഗ്യാപ്പുണ്ട്, എടുത്തിട്ട് എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണോ? അല്ല. 40 ദിവസം ഈശോ താങ്ക്സിന്റെ കൂടെ ഉണ്ടായിരുന്നു. അപ്പൊ ഈശോ അമ്മയടുത്ത് പറഞ്ഞു എഴുതിക്കൊണ്ടിരുന്നു. അങ്ങനെയാണോ? അല്ല. 10 ദിവസം ഇരുന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. എപ്പോ? സ്വർഗാരോഹണം ചെയ്തതിന് ശേഷം. അപ്പോഴാണോ? ഇല്ല. പെന്തക്കോസ്തേക്കുള്ള ദിവസം കഴിഞ്ഞപ്പോഴാണോ? അപ്പൊ വിശുദ്ധ ഗ്രന്ഥത്തിൽ പുതിയ നിയമത്തിൽ സുവിശേഷങ്ങളൊക്കെ എഴുതപ്പെട്ട ഒരു കാലഘട്ടത്തെ കുറിച്ച് നമ്മൾ പറയുന്നത് അതിലൊരു ആവശ്യകത വരുന്നപ്പോഴാണെന്ന് മനസ്സിലാക്കിയിട്ടാണ്. പെന്തക്കോസ്താക്കി ഈശോ പരിശുദ്ധാത്മാവിനെ ശിഷ്യന്മാരെ നിറച്ചു. ഇവര് ഈശോയുടെ വചനം പ്രഘോഷിക്കാൻ തിരിച്ചു. ഇവര് പ്രഘോഷിച്ചത് എന്തായിരുന്നു? കണ്ടന്റ് എന്തായിരുന്നു? ഇപ്പൊ ഇന്നത്തെ ദിവസത്തെല്ലാം കഴിഞ്ഞ് നിങ്ങൾ ചെല്ലുമ്പോ ആരെങ്കിലും നമ്മൾ ചോദിക്കുകയാണ്, ആര് ധ്യാനിപ്പിക്കാൻ വന്നിട്ടുണ്ടായിരുന്നെ? എന്റെ അച്ഛനാണ്. അച്ഛൻ എന്താ ധ്യാനിപ്പിച്ചെന്നിരിക്കുമ്പോ നിങ്ങൾ എന്ത് പറയും? ഇതിനുള്ളിൽ ബേസിക് അച്ഛൻ നിങ്ങൾക്ക് പറഞ്ഞു പോയിട്ടുള്ളതിന്റെ കണ്ടന്റ് എന്താണെന്ന് പറയും, ഇല്ലേ? എന്നതുപോലെ ആദ്യകാലത്ത് ശിഷ്യന്മാര് ഈ വചന പ്രഘോഷണം നടത്തിയതിന്റെ പൊരുൾ, കണ്ടന്റ്, അകക്കാമ്പ് എന്തായിരുന്നു? അവര് പോയിട്ട് പല സ്ഥലത്തും പോയി വചനം പ്രഘോഷിച്ചു എന്ന് പറയുന്നുണ്ടല്ലോ. മറ്റേ എന്താ പ്രഘോഷിച്ചത്? അപ്പൊ അതിനെ കുറിച്ച് വിശുദ്ധ ഗ്രന്ഥത്തിൽ തന്നെ, അപ്പോസ്തലന്മാരുടെ ഗ്രന്ഥത്തിൽ തന്നെ എഴുതി വെച്ചിട്ടുള്ളത്. നിങ്ങൾ ബൈബിളില് ഈ ഭാഗം അടച്ചു കളയാതെ തന്നെ നിങ്ങൾ അപ്പോസ്തല പ്രവർത്തനങ്ങളില് 2-ാമത്തെ അധ്യായം
23 മുതൽ വചനഭാഗങ്ങൾ 23 24 ദിവസം നമുക്ക് ഒരുമിച്ച് നോക്കി. അവൻ ദൈവത്തിന്റെ നിശ്ചിത പദ്ധതിയും പൂർവ്വജ്ഞാനവും അനുസരിച്ച് നിങ്ങളുടെ കൈകളിൽ ഏൽപ്പിക്കപ്പെട്ടു. അധർമ്മികളുടെ കൈകളാൽ അവനെ നിങ്ങൾ കുരിശിൽ തറച്ചു കൊന്നു. എന്നാൽ ദൈവം അവനെ മൃത്യുവാസത്തിൽ നിന്നും വിമുക്തനാക്കി ഉയർപ്പിച്ചു. കാരണം അവൻ മരണത്തിന്റെ പിടിയിൽ കഴിയുക അസാധ്യമായി. അതിനൊന്ന് ശ്രദ്ധിച്ച്, ഇത് ആര് എപ്പോൾ എവിടെ വെച്ച് പറഞ്ഞതാണ്? ഒരു പ്രസംഗത്തിന്റെ ഭാഗം, നമ്മുടെ ആദ്യത്തെ പ്രസംഗത്തിന്റെ ഭാഗത്തുള്ള പറയുന്നത് ഈശോയുടെ പീഡാസഹനം, കുരിശുമരണം, അടക്കം, ഉത്ഥാനം. ഇനി ഈശോയുടെ സ്വർഗ്ഗാരോഹണത്തെ കുറിച്ച് വായിക്കാം. നിങ്ങളും ഇസ്രായേൽ ജനം മുഴുവനും അറിഞ്ഞിരിക്കട്ടെ, നിങ്ങൾ കുരിശിൽ തറച്ചു കൊല്ലുകയും മരിച്ചവരിൽ നിന്ന് ദൈവം ഉയർപ്പിക്കുകയും ചെയ്ത നസറായനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലാണ് ഈ മനുഷ്യൻ സുഖം പ്രാപിച്ച് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. അപ്പൊ അവിടെ ഒരു അത്ഭുതത്തിന് ശേഷമാണ് പറയുന്നത്. നടന്ന അത്ഭുതം എന്താ? ജെറുസലേം കവാടത്തിനരികെ ഒരാള് തളർവാദായിട്ട് ഭിക്ഷയാചിത മനുഷ്യനെ പത്രോശ്രീഹായും യോഹന്നാൻശ്രീഹായും ദേവാലയത്തിലേക്ക് പ്രാർത്ഥിക്കുന്ന സമയത്ത് എന്തെങ്കിലും ചോദിക്കുന്ന സമയത്ത് അവർ പറയും, സ്വർണ്ണമോ വെള്ളി എൻ്റെ കയ്യിലില്ല, എനിക്കുള്ളത് ഞാൻ നിനക്ക് തരുന്ന നസറായ യേശുവിന്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കുക. അപ്പോ ഈ ഈശോയെ കുറിച്ച് അവർ പറയണം. ആ ഈശോ പ്രത്യേകത എന്തായിരുന്നു? ആ യേശു നിങ്ങൾ കുരിശിൽ തറച്ച് നിങ്ങൾ കൊന്നു. നിങ്ങൾ കുരിശിൽ തറച്ച് കൊന്ന ആ യേശുവിനെ ആര് ഉയർപ്പിച്ചു? ദൈവം. അപ്പൊ ആദ്യ കാലഘട്ടത്തില് ശിഷ്യന്മാരുടെ വചന പ്രഘോഷത്തിന്റെ കണ്ടന്റ് എന്തായിരുന്നു ചോദിച്ചു കഴിഞ്ഞാല് അവർ പറഞ്ഞിരുന്നത് ഇത്ര മാത്രമാണ്: ഈശോ കുരിശിൽ തറയ്ക്കപ്പെട്ടു, മരിച്ചു, അടക്കപ്പെട്ടു, ഉദ്ധാനം ചെയ്തു. ഞങ്ങളിതിനെ സാക്ഷികളാണ്. ഇവരിതിനുള്ള സാക്ഷികൾ. അതുകൊണ്ട് ഇവരെല്ലാവരും ഇത് മുഴുവൻ പ്രഘോഷിച്ചു. അപ്പൊ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നവർക്ക് മുഴുവനും ഒരുവിധം ഈശോയെ കുറിച്ചിട്ടുള്ള ഒരു ധാരണ ഉണ്ട്. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒറ്റ കാര്യം പറഞ്ഞു, നമ്മൾ കുർബാനയ്ക്ക് നേരെ പ്രവേശിക്കുകയാണ്. എൻ്റെ ജീവിതത്തിൽ ഞാൻ ആഗ്രഹിച്ചതിനെ കുറിച്ചുള്ള പദ്ധതിരഭാഗം 2 കണ്ണുകളിൽ കാഴ്ച പോയ സമയത്ത് ഒരു കണ്ണിന് കാഴ്ച ഈശോ എടുത്ത് ഏകദേശം 1.5 വർഷം കഴിഞ്ഞിട്ടാണ് പട്ടം ശരിക്കുന്നത്. അപ്പൊ എൻ്റെ പ്രതീക്ഷ യുവറിനുണ്ടെങ്കിൽ കുഴപ്പമില്ല, നന്നായിട്ട് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് മറ്റേത് കൂടെ പോകുന്നത്. ഇത് എന്ത് ചെയ്യുന്നതിന് പെടുത്തില്ല. പട്ടം സ്വീകരിക്കാൻ നിൽക്കുന്ന സമയത്ത് എൻ്റെ പ്രാർത്ഥനകളൊന്ന്, പട്ടത്തിന്റെ ആ കൈവപ്പ് നടക്കുന്ന സമയത്ത് എൻ്റെ കണ്ണുകൾ തുറക്കണം. 2 തുറക്കണം. 2 തുറന്നിലേക്ക് കുഴപ്പമില്ല. ദൈവത്തിന്റെ പദ്ധതിയല്ലാത്ത കാര്യം ഞാൻ വിശ്വസിച്ചിട്ട് എന്താ കാര്യം? പക്ഷെ ഞാൻ ചിരിച്ചിട്ട് കണ്ണ് തുറക്കുമ്പോ ആ ഒരു പുഞ്ചിരി എന്ന് പറയുന്നത് ഞാൻ കണ്ണ് തുറന്നൊന്നും കാണുന്നില്ലെങ്കിൽ, അതായത് ഞാൻ കണ്ണടയ്ക്കുമ്പോൾ എന്തായിരുന്നു എൻ്റെ അവസ്ഥ, അത് തന്നെയാണ് കണ്ണ് തുറക്കുമ്പോൾ. പക്ഷെ എനിക്ക് വിഷമില്ല. കാരണം കർത്താവ് ഒരു ആനന്ദം ഉള്ളിൽ സംഭവിച്ചു. എന്നെ കുറിച്ചുള്ള എൻ്റെ പദ്ധതി എന്താ? കണ്ണിന് കാഴ്ച കിട്ടിയിട്ട് കുർബാന അർപ്പിക്കണം. എന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി എന്താ? എൻ്റെ മോൻ കണ്ണുപൊട്ടനായിട്ട് പട്ടം സ്വീകരിച്ചിട്ട് കണ്ണുപൊട്ടനായിട്ട് കുർബാന അർപ്പിക്കണം. നിങ്ങൾ പറ, അത്ഭുതം നടന്നിട്ട് കണ്ണിന് കാഴ്ച കിട്ടി കുർബാന അർപ്പിക്കാൻ തന്നെ മോശമാണോ? പാപമാണോ? ഇനി പറ, അതിനേക്കാളും വലുതാണോ ഒരു കണ്ണ് പൊട്ടന് പട്ടം കിട്ടിയിട്ട് ആദ്യമായിട്ട് ഈ കണ്ണ് പൊട്ടൻ കുർബാന അർപ്പിക്കുന്നത്? കാഴ്ച കിട്ടുന്ന ഒരു അത്ഭുതമുണ്ട്. പക്ഷെ കാഴ്ച കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നടക്കുന്നത് എന്താ? സാധാരണ. പക്ഷെ കണ്ണ് പൊട്ടനായിട്ട് നിങ്ങൾക്ക് വാക്കും വിഷമം ഉണ്ടാവും. എനിക്കൊരു വിഷമില്ലാത്ത അത് പറയുന്നത്. അങ്ങനെ കണ്ണ് പൊട്ടനാണ് കുർബാന അർപ്പിച്ചു. എന്നെ കുറിച്ചിട്ടുള്ള എൻ്റെ പദ്ധതിയിൽ കണ്ണുപൊട്ടന് പട്ടം കിട്ടി കാഴ്ചയുള്ളവരായി കുർബാന അർപ്പിക്കുന്ന കാഴ്ച. പക്ഷെ കർത്താവിന്റെ പദ്ധതിയിലോ കണ്ണുപൊട്ടനായിട്ട് പട്ടം ശരിച്ച് കണ്ണുപൊട്ടനായിട്ട് തന്നെ പോയി നിന്ന് കണ്ണുപൊട്ട കുർബാന അർപ്പിക്കും. എന്നെ കുറിച്ചിട്ടുള്ള എൻ്റെ പദ്ധതിയിൽ ഞാൻ അവിടെ കുർബാനയ്ക്ക് കയറി കഴിഞ്ഞാൽ അവിടെ കുർബാന ആശ്രദിക്ക് പട്ടം കിട്ടി 4 കുർബാന ആശ്രദിച്ചാൽ അത് ഈശോയുടെ ശരീരം രക്തമാവും. പക്ഷെ ഈശോയുടെ പദ്ധതി എന്താ? ആദ്യമായിട്ട്
കത്തോലിക്ക സഭയിൽ കണ്ണുപൊട്ടൻ ആയി, അതായത് സെമിനാരി ചെല്ലുമ്പോൾ കാഴ്ച ഉള്ളവനായിട്ടും എന്നാൽ പട്ടം ചെയ്യുമ്പോൾ കാഴ്ച ഇല്ലാത്തവനായിട്ടും ആദ്യത്തെ കത്തോലിക്ക പുരോഹിതൻ പട്ടമേറ്റ് കുർബാന അർപ്പിക്കേണ്ട ദിവസം കർത്താവ് സ്വർഗത്തിൽ കുറച്ച് വെച്ചിട്ടുണ്ട്. ഞാനിത് പ്രാർത്ഥിച്ച പാപം. അതുകൊണ്ട് എനിക്ക് പറയാൻ പറ്റുമെന്ന് ഒന്നാം കുർബാനയ്ക്ക് അവിടെ ഈശോയുണ്ട്. വേറെ ആ ഒരു പ്രതീക്ഷയിൽ എനിക്ക് ഉറപ്പാണ്. ഞാൻ പിന്നീട് കേട്ടോ, ഞാൻ കുർബാനയ്ക്ക് പ്രവേശിക്കുക അടുത്ത സെഷന് ബാക്കിയുള്ള നമ്മൾ പറയും ഈശോയുടെ പദ്ധതി. അപ്പൊ നമ്മളെ കുറിച്ചുള്ള നമ്മുടെ പദ്ധതിയിൽ ഈശോ ഉണ്ടാകും എന്ന് പറയുന്നൊപ്പം തന്നെ നമ്മെ കുറിച്ചിട്ടുള്ള ഈശോയുടെ പദ്ധതി നമ്മൾ ചിന്തിക്കുന്നതിനേക്കാണ് മനോഹരം ആയിരിക്കും. അവര് വേണ്ട എന്ന് വെച്ചിട്ട് അവരെ കുറിച്ചിട്ടുള്ള ദൈവത്തിന്റെ സ്വപ്നം അവർ ചേർത്ത് വെച്ചപ്പോൾ ആരും ജനിച്ചു. അപ്രകാരമായിരുന്നു ഈശോയുടെ ജനനം. നമ്മളെടുത്ത സാരാംശം എന്താ? എന്റെ ജീവിതത്തിൽ ഇതുപോലെ ഈശോ വരണമെങ്കിൽ ഞാൻ ചെയ്തത് എന്താ? എന്നെ കുറിച്ചിട്ടുള്ള എന്റെ ഇഷ്ടം ഈശോയ്ക്ക് കൊടുത്തിട്ട് എന്നെ കുറിച്ചിട്ടുള്ള ഈശോയുടെ ഇഷ്ടം അത് ഞാൻ ചേർത്ത് വയ്ക്കണം. അത് എപ്പോൾ ഞാൻ ചേർത്ത് വയ്ക്കുന്ന ആ നിമിഷം നമ്മുടെ ജീവിതത്തിൽ നിന്നുണ്ടാകുന്നു ഈശോയുടെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു. അത് പറഞ്ഞു തന്നപ്പോഴാണ് നമുക്ക് അടുത്തൊരു മേഖല നമ്മളെ കുറിച്ച് കുറച്ചൊരു ഒന്ന് വൈഡറായിട്ടുള്ള ഒരു ആംഗിൾ നമ്മൾ മനസ്സിലാക്കിയത്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു എന്ന് വിചാരിക്കുന്ന പല കുറവുകൾ, ശരിയാകാതെ നമ്മൾ പോകുന്നു എന്ന് വിചാരിക്കുന്ന പല കാര്യങ്ങളുടെ പിന്നില് നമ്മൾ വിചാരിക്കുന്ന പോലെ ബന്ധനങ്ങളോ പ്രശ്നങ്ങളോ ഒന്നല്ല കിടക്കുന്നത്. നമ്മൾ എടുക്കുന്ന ചില നിലപാടുകളാണ്, എടുക്കുന്ന തീരുമാനങ്ങളാണ് നമ്മളെ ആ ലക്ഷ്യത്തിൽ നിന്നും അകലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. സഖ്യവൂസ് യേശു പോകുന്നൊരു വഴിയിൽ വന്ന് അവനെ ഇവിടെ ഇരുന്നു. ആ സിക്കമർ മരത്തിൽ അവൻ കയറിയിരുന്നു. യേശു ആ വഴിയിലൂടെ വന്നതുകൊണ്ട് എന്തുണ്ടായി? അവന്റെ ജീവിതത്തിൽ ഈശോ കടന്നു വന്നു. ഇവൻ വേറെ ഏതെങ്കിലും വഴിയിലാണ് പോയിരുന്നിരുന്നെങ്കിലോ? അവൻ വേറെ വഴി പോയിരുന്നു. ഈശോ വഴിക്ക് പോകത്തില്ല, വേറെ വഴിക്കാണ് ഈശോ പോകായിരുന്നത്. ആ വഴി ഈശോ പോയി. ഇവൻ അവിടെ ആ ദിവസം മുഴുവൻ കുത്തിപ്പിടിച്ച മരത്തിൽ വരുന്നതിലുള്ള കാര്യമുണ്ടോ? അപ്പൊ ദൈവത്തിന്റെ ഹിതം, എന്നെ കുറിച്ചിട്ടുള്ള ദൈവഹിതം എന്താണ് ഞാൻ എപ്പോ തിരിച്ചറിഞ്ഞ് അതിനു വേണ്ടി ഞാൻ പണിയെടുക്കുന്നത് മുഴുവൻ അതിനു വേണ്ടിയിട്ടാണ്, ആ ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ്. ഞാൻ പറഞ്ഞ ഒരു ഉദാഹരണം വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. ഈ അമലഭാഗത്തു നിന്ന് എനിക്ക് ഈ മറ്റത്തേക്ക് വരാൻ ഞാൻ എതിർദിശയിൽ പോയി കഴിഞ്ഞാൽ എന്തോരം സഞ്ചരിച്ചാലും ഞാൻ എത്തില്ല. ഓക്കെ, ഞാൻ ഒരു 10 കിലോമീറ്റർ സഞ്ചരിച്ച് തൃശ്ശൂർ ടൗണിലെത്തി. ഇനി 10 കിലോമീറ്റർ വന്നു കഴിഞ്ഞാൽ ഇവിടെ എത്തും. ശരിക്കും ഞാൻ സഞ്ചരിക്കേണ്ടത് വെറും 10 കിലോമീറ്റർ ആയിരുന്നു എങ്കിൽ ഞാൻ ഇവിടെ എത്തിക്കഴിയുമ്പോൾ ഞാൻ എത്ര കിലോമീറ്റർ സഞ്ചരിച്ചിട്ടുണ്ടാവും? 30 കിലോമീറ്റർ. അപ്പൊ ബാക്കി 20 കിലോമീറ്റർ എവിടെയാണ് കൂടിപ്പോയത്? ഞാൻ എടുത്ത തീരുമാനങ്ങള്, ഞാൻ എടുത്ത ഈ ദൈവഹിതം തിരിച്ചറിയാതെ പോകുന്നിടത്തുള്ള വലിയ പ്രശ്നങ്ങളാണ് ഇത് മുഴുവൻ.
ഹല്ലേലൂയ. അപ്പൊ ഇത് എന്നെ കുറിച്ചിട്ട് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ബന്ധമുള്ള ഒരു കാര്യമാണ്. ചിലപ്പോഴേ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് പറ്റുന്ന വലിയൊരു പിഴവ് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, എനിക്കൊരു വേദന ദൈവം തരുന്നു, ദൈവം ഒരു രോഗം തരുന്നു, അല്ലെങ്കിൽ ഒരു കഷ്ടത എനിക്ക് ദൈവം അനുവദിക്കുന്നു, ഞാൻ അതിലൂടെ കടന്നു പോകുന്നു, എന്നെ കുറിച്ചിട്ടുള്ള എന്റെ ഇഷ്ടം ഒരു മേഖലയിൽ ഉണ്ടാകും. തുടക്കത്തിൽ പറഞ്ഞല്ലോ, ഞാൻ ആദ്യം വിചാരിച്ചത് എന്നെ കുറിച്ചിട്ടുള്ള എന്റെ ഇഷ്ടം എന്ന് പറഞ്ഞാൽ എനിക്ക് കണ്ണിന്റെ കാഴ്ച കിട്ടണം. തിരുപ്പട്ടത്തിന്റെ അന്ന് കുർബാന സമയത്ത് പിന്നെ ഞാൻ ചിന്തിക്കുന്നത് എങ്ങനെയാണ്, പരിശുദ്ധ കയ്യിൽ നിൽക്കുന്ന സമയത്ത് ഒരു അത്ഭുതമാണ്. അപ്പൊ എന്തായി, ആ പരിശുദ്ധ കുർബാനയുടെ ഒരു അത്ഭുതം നടന്നു, എനിക്കൊരു മിറക്കലായില്ലേ. എന്നെ കുറിച്ചുള്ള എന്റെ ഇഷ്ടമാണ് പാപമായിരുന്നത്, മോശമായിരുന്നു അത്. പക്ഷെ ഈശോയുടെ ഹിതം, ഈശോയുടെ ഇഷ്ടം എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ അപ്പുറത്താണ് എന്നത് നമ്മൾ തിരിച്ചറിയാനായിട്ട് നമ്മളൊക്കെ വിചാരം. ചിലപ്പോഴേ എന്ന് പറഞ്ഞത്, ചില ജോലിക്ക് വേണ്ടി അവിടെ പോകുന്നു, ഇവിടേക്ക് പോകുന്നു പറയുമ്പോൾ ഒറ്റയടിക്ക് നമ്മളൊക്കെ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് നമുക്കൊരു പാപമാണെന്ന് പോലും തോന്നണമെന്നില്ല. പക്ഷെ അനന്തര ഫലങ്ങൾ വരുമ്പോൾ ചിലപ്പോ അന്ന് ആ തീരുമാനം എടുക്കേണ്ടിയിരുന്നില്ല എന്ന് നമ്മൾ ചിന്തിക്കും. ജ്ഞാനികള് ബത്ലഹേമിലേക്ക് യാത്ര ആരംഭിച്ചിട്ട് കാര്യത്തോടത്തിന് ഈശോയെ കാണാനൊക്കെ നക്ഷത്രം നോക്കി വന്നു. അവർക്ക് ചെറിയൊരു സ്ഥലത്ത് ചെറിയൊരു മിസ്റ്റേക്ക് വന്നു. ഇടത്തോട് തിരിയുന്നതിന് പകരം അവർ വലത്തോട് തിരിഞ്ഞു. അവർ കൊട്ടാരത്തിലേക്ക് പോയി. കൊട്ടാരത്തിൽ പോയി വല്ല പാവം ചെയ്തോ? കൊട്ടാരത്തിൽ പോകുന്നവരെ വലിയ പാവം ചെയ്തോ? അവര് ഉണ്ണീശ്വരെ കാണാൻ പോയില്ല, പിന്നെ ഒക്കെ സംഭവിച്ചു. പക്ഷെ എന്തുണ്ടായത്? ആ ഈ പറയുന്ന 3 ജ്ഞാനികൾ, ഞാൻ പറയും മണ്ടന്മാരുടെ ശരിക്കും, അവര് എത്ര കുഞ്ഞുങ്ങളെ മരിക്കാണ്ട് വന്നത്. ഒരു തീരുമാനം എടുത്തതിന് പേരിലാണ് ഇത് മുഴുവനും. അപ്പൊ നമ്മെ കുറിച്ചിട്ടുള്ള ദൈവഹിതം നമ്മൾ തിരിച്ചറിഞ്ഞ് ചെയ്തില്ലെങ്കിൽ അത് വലിയൊരു പരാജയം എന്ന് വെച്ച് കഴിഞ്ഞാല് അതുമൂലം ഉണ്ടാക്കുന്ന പരിണിത ഫലങ്ങൾ എന്ന് പറയുന്നത് ചിലപ്പോൾ ഭയങ്കര കഠിനമായിരിക്കും. ഞാൻ ആശുപത്രിയിൽ സേവനം ചെയ്ത സമയത്ത് ഞാൻ വൈകുന്നേരം ഉച്ചതിരിട്ടാണ് ഞാൻ കുർബാന അർപ്പിക്കാറുള്ളത്. ആശുപത്രിയിൽ രാവിലെ ഒരു കുർബാനയുണ്ട്, വൈകുന്നേരം ഒരു കുർബാനയുണ്ട്. സ്ഥിരമുള്ളതാണ്. നമ്മൾ ഈ പ്രദേശത്തുകാരെന്നൊക്കെ നീ പരിചയം, പക്ഷെ തൃശ്ശൂരുണ്ടായിരുന്നവർക്ക് സ്ഥിരം അറിയാം. ആ സ്ഥിരമായിട്ട് ആ കുർബാനയ്ക്ക് ഞാൻ തന്നെയാണ് ഇതെല്ലാം ദിവസവും കയറിയിരുന്നത്. കാരണം ആദ്യം കാഴ്ചയ്ക്ക് ബുദ്ധിമുട്ടൊക്കെ ആയിട്ട് ഞാൻ പറഞ്ഞല്ലോ, ഒരു രോഗാവസ്ഥയിലൊക്കെ വന്ന് മരിക്കാനുള്ള സ്റ്റേജിലേക്ക് എത്തി. പിന്നെ ഹോസ്പിറ്റലിലേക്ക് വന്ന് അപ്പൊ ആദ്യ ദിവസങ്ങളിൽ എനിക്ക് കുർബാന അർപ്പിക്കാനായിട്ട് സ്ഥലമില്ല. മാത്രം എൻ്റെ അടുത്ത് കുറച്ച് നാളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതിന് വേണ്ടിയിട്ടാണ്. നമുക്ക് തിരിച്ചറിയാം ഈശോയ്ക്ക് ആ ക്യാൻസറായി ചികിത്സിച്ച് വേണ്ടാക്കുന്നത് നോക്കാനില്ലേ. പക്ഷെ ദൈവം വേറെയാണ്, നമുക്ക് ഒന്നും ചെയ്യാനില്ല. അപ്പൊ ആ ഒരു കാലഘട്ടം ചികിത്സ ഞാൻ മാത്രം നാട്ടിലേക്ക് അനിയത്തിയാണ്. നമ്മൾ ഡിസംബർ ഹസ്ബൻഡിന്റെ വീട്ടിലാണ്. എന്റെ ചേട്ടനുള്ളത് വിദേശത്താണ്. അക്ഷരാർത്ഥത്തിൽ ആ സമയത്ത് എടുക്കണ്ടെന്ന് പറഞ്ഞിരുന്നത് ഇതിന് വേണ്ടിയിട്ടാണ്. പക്ഷെ ആ ആളുകൾ ഈശോ വേറെ, അതായത് ഈ പൗലോസ്ലിയും നമ്മൾ വേറെ ദിവസം ശുശ്രൂഷകൾ പഠിക്കുന്ന ഒരു ധ്യാനത്തിൽ അകലെ പോയിട്ട് ഞാൻ ധ്യാനിപ്പിച്ചിട്ടുണ്ട്. അതെനിക്ക് ബാംഗ്ലൂർ പോയിട്ട് ധ്യാനിപ്പിക്കേണ്ടതായിരുന്നു. പക്ഷെ ആ ഡേറ്റ് എനിക്ക് ആ ഡേറ്റ് ചോദിക്കുന്ന സമയത്ത് എൻ്റെ ഉള്ളിൽ ആ ധ്യാനം എടുക്കാനായിട്ട് പറയുന്നുണ്ട് ഈശോ. നമുക്കൊരു പ്രേരണ കിട്ടാൻ അത് ചെയ്യും. പക്ഷെ എനിക്ക് എന്ത് ചെയ്യുന്ന കാരണം, പക്ഷെ അത്രയും ബുദ്ധിമുട്ട് കൂടിക്കൊണ്ടിരിക്കുന്ന സമയമാകുന്നത് സെപ്റ്റംബർ മാസത്തിൽ പരിശുദ്ധമ്മയുടെ ജനതിരുനാൾ ഒരുപാട് ദിവസം ബാംഗ്ലൂർ 2 ദിവസം മാറി ധ്യാനിപ്പിക്കണം. അപ്പൊ ഇവിടെ നിന്ന് വെള്ളിയാഴ്ച പുറപ്പെട്ട് കഴിഞ്ഞാൽ ശനി ഞായർ കഴിഞ്ഞിട്ട് ഞായറാഴ്ച രാത്രി നമ്മൾ തിരിച്ചു പോലുള്ളൂ. അതിനുള്ള കപ്പാസിറ്റി എന്തെങ്കിലും ഉണ്ടായി കഴിഞ്ഞാൽ ഒന്നും നോക്കാനായിട്ട് ആർക്കും പറ്റില്ല. പക്ഷെ കർത്താവ് ആ കാര്യം ഞാൻ പറഞ്ഞല്ലോ, എവിടെയെങ്കിലും പോയി ഒറ്റ ദിവസം കൊണ്ട് ധ്യാനിപ്പിച്ച് പോകേണ്ടതോ എന്തെങ്കിലും ഈവനിങ് സെഷൻ മാത്രം അതൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. ആ കാലത്ത് വ്യാഴാഴ്ച ഞാൻ നെടുമ്പാശ്ശേരി അടുത്തൊരു പള്ളിയിൽ ധ്യാനിപ്പിക്കാൻ പോകാം. ആ 8 നോമ്പിലെ വ്യാഴാഴ്ച 8-ാം തീയതിയാണ് 8 നോമ്പ് പരിശുദ്ധമ്മയുടെ തിരുനാൾ ദിവസം വരുന്നത്. ഞാൻ വ്യാഴാഴ്ച ഈ സ്ഥലത്തേക്ക് പോകുന്ന ഉള്ളിൽ കാറൊക്കെ കഴുകിട്ടു.
ഞാൻ ടാക്സി വിളിച്ചിട്ടാണ് ഞാൻ പോകുന്നത്. പക്ഷെ എൻ്റെ ഉള്ളിൽ കാർ കഴിയണം. ഞാൻ കാർ കഴിയിട്ടു. ഞാൻ ടാക്സി വിളിച്ചപ്പോൾ ടാക്സി എല്ലാം റെഡിയാക്കി. ഉച്ചയായപ്പോൾ എനിക്ക് തോന്നാണ് എൻ്റെ ചേട്ടനെ വിളിച്ചിട്ട് നാട്ടിലേക്ക് വരുന്നോട് ചോദിക്കാനായിട്ട്. ചോദിച്ചപ്പോൾ ചേട്ടൻ പറഞ്ഞു, ഇല്ല ഞാൻ ഇതിനെ വരുന്നപ്പോ. ഞാൻ ഫോൺ കണ്ടു. ഞാൻ ചേട്ടനെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ എപ്പോഴാണ് ലാൻഡ് ചെയ്യണം, സമയം എപ്പോഴാണ് ചോദിച്ചു. എന്തേ, ഞാൻ ഓൾറെഡി നെൽബസിന്റെ അടുത്ത് ധ്യാനിപ്പിക്കാൻ വരുന്നുണ്ട്, നിങ്ങൾ എത്ര മണിക്കാണ് നിങ്ങൾ ലാൻഡ് ചെയ്യുന്നത്? അപ്പൊ അവ അതിന് കളന്നില്ലാത്ത കാരണം പറഞ്ഞു, ഞാൻ സമയം എപ്പോഴാണ് ചേട്ടനോട് ചോദിച്ചു. എന്റെ അടുത്ത് ആരും പറഞ്ഞിട്ടില്ല വരും. പക്ഷെ എന്റെ ഉള്ളില് അങ്ങനെ ചേച്ചി ചേട്ടനെ വിളിച്ചു. അവസാനത്തെ വിളിച്ചു, നീ എപ്പോഴാണ് അവിടെ? ഞാൻ അവിടെ ഒരു 6 മുതൽ പള്ളിയിലുണ്ട്, 8 മണി കഴിഞ്ഞ് ഞാൻ ഫ്രീ ആവുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ കഴിയും, ഞാൻ ബസ്സിലേക്ക് പോയി അവിടെ ഉണ്ടാകും. ഞാൻ അവിടെ ചെന്നു. അവിടെ ചെന്നിട്ട് ധ്യാനം കഴിഞ്ഞാൽ പോയപ്പോ ചേട്ടനെ കൊച്ചിട്ട് എടുത്തപ്പോ പറഞ്ഞു, ഒരു മണിക്കൂറോളം വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ അടിയനെ കൂടെ കൊണ്ടുപോകണം പറഞ്ഞു. അടിയനും കൂടെ ലാൻഡ് ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞു വെയിറ്റ് ചെയ്യണം, വീട്ടിൽ പോകാം. ഞാൻ ഈ ടാക്സി വിളിച്ചു. ഞാൻ വീട്ടിലോട്ട് പോകുന്നു. ഞാൻ വരുന്ന സമയം വണ്ടി കൂടെ കഴുകി റെഡി കിട്ടാനാണ്. ഞാൻ ഒരു ചേട്ടൻ തോർത്തു. ഞാൻ അമ്മയുടെ പറഞ്ഞു, ഞാൻ ധ്യാനത്തിൽ പോയിട്ട് വരും. വരുമ്പോൾ ഒരു 3-4 പേര് ഞങ്ങൾക്കുള്ള ഭക്ഷണം എല്ലാം ഡേക്ക് വെച്ചു കൊടുക്കും. അങ്ങനെ ഭക്ഷണം ഡേക്ക് സന്ധിക്കാൻ ഇവർ വരുന്നുണ്ട്. ഇവരവിടെ വന്നു. അന്ന് ആ രാത്രി ഞാൻ അവിടെ നിന്ന് പിറ്റേ ദിവസം ഞാൻ പോന്ന് എൻ്റെ ഈ യാത്രയ്ക്കുള്ള സാധനങ്ങളെല്ലാം സെറ്റ് ചെയ്ത് വെച്ച് എന്നെ ഇവര് ഇതിന്റെ ബസ്സിൽ തിരിച്ചു വിടുന്നു. അപ്പൊ ഞാനും ദേവീശോ കല്യാണം ഒരുമിച്ചാണ് പോകുന്നത്. ഞാനവിടെ ചെന്ന് ധ്യാനം കഴിഞ്ഞ് ഞാൻ ഞായറാഴ്ച രാത്രി ഞാൻ തിരിച്ചെത്തുമ്പോൾ ഞാൻ ലാൻഡ് ചെയ്യുന്ന സമയത്ത് അടുത്ത ഫ്ലൈറ്റ് അടിയിലുണ്ട്. അടിയൻ വീണ്ടും ദുബായിക്ക് പോകാൻ നോക്കുന്നു. 2 ദിവസം ചേട്ടൻ തിരിച്ചു പോകുന്നു. സെപ്റ്റംബർ 7, ഒക്ടോബർ, നവംബർ ദിവസമായിരിക്കാം. ദിവസം ഒപ്പം നമുക്കറിയാം ചില കാര്യങ്ങൾ. അതുകൊണ്ട് നമ്മൾ ഈ ദൈവിക നമ്മളെ കുറിച്ച് നമ്മുടെ മാറ്റി വെച്ച് നമ്മളെ കുറിച്ച് ദൈവികം അറിയാൻ തുടങ്ങി കഴിഞ്ഞാല് നമ്മൾ പോലും അറിയാതെ കർത്താവ് മുന്നിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. എന്റെ ആവശ്യമുള്ള ഞാൻ ആരെങ്കിലും ഒരാൾ അവസരത്തിൽ വേണം. ഞാൻ ഒരാൾക്ക് പകരം 2 പേരോട് നിർത്തിയിട്ടാണ് ഞാൻ പോയത്. അതായത് നമ്മളെ കുറിച്ച് ദൈവികം അത് തിരിച്ചറിയാനായിട്ട് നമുക്ക് ഇപ്പോഴും നമുക്ക് ഏറ്റവും വലിയ പ്രശ്നം എടുക്കുന്നതാണ്. നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്, പരിത്യാഗം ചെയ്യുന്നുണ്ട്. ഇത് നമ്മൾ എന്തൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇതിന്റെ ഉള്ളിൽ നമ്മൾ തിരിച്ചറിയേണ്ടത് ഇത് എന്നെ കുറിച്ചിട്ടുള്ള ഈശ്വരഹിതമാണോ, എന്നെ കുറിച്ചിട്ടുള്ള ഈശ്വരഹിതമല്ല ഞാൻ പ്രവർത്തിച്ചുകൊണ്ട് ഒരു ഉപകാരമില്ല. ഞാൻ ചിലപ്പോഴേക്കും മനസ്സിലാക്കി ഓരോരുത്തരുടെ കഷ്ടപ്പാടുകൾ കേൾക്കുമ്പോൾ തോന്നും കർത്താവ് എന്തോരം അവരെ മണ്ണെടുത്തുകൊണ്ടുന്നുണ്ട്, എന്തോരം കഷ്ടപ്പെടുന്നുണ്ട്. പക്ഷെ ഇതെല്ലാം ചെയ്തിട്ടും പ്രത്യേകിച്ച് ഒരു ഫലവും എന്തേ ഫലമില്ലാത്തത്? പണിയെടുക്കാത്തതുകൊണ്ടാണോ? കഷ്ടപ്പാട് സഹിക്കാത്തതുകൊണ്ടാണോ? അതായത് നമ്മൾ ചെയ്യണത് അതല്ല. കിട്ടിയോ? ഭയങ്കര വലിയ പ്രശ്നമാണത്. നമ്മുടെ പല സാഹചര്യങ്ങൾ എടുക്കാവുന്ന നിങ്ങൾ ബൈബിളിൽ 10 അധ്യായം വായിക്കുമ്പോൾ 22 മുതൽ ദിവസങ്ങൾ പറയുന്ന കാര്യമുണ്ട്. അന്ന് നിങ്ങൾ എന്നോട് പറയും, നിന്റെ നാമത്തിൽ ഞങ്ങൾ പിശാചിനെ പുറത്താക്കിയിട്ടുണ്ട്, നിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രവേശിച്ചിട്ടുണ്ട്, അനേകം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. കർത്താവ് എന്താ പറയാ? അനീതി പ്രവർത്തിക്കുന്ന നിങ്ങളെ നിന്നും എന്തേ ഈശോയുടെ നാമത്തിൽ പ്രവേശിക്കുന്നത് തെറ്റാണോ? ഈശോയുടെ നാമത്തിൽ പിശാചിനെ പുറത്താക്കുന്നത് തെറ്റാണോ? ഇതൊക്കെ ചെയ്തിട്ട് ആള് പറയുന്നത് അറിഞ്ഞിട്ടില്ല. ഞാൻ പല മതം ചെയ്തിട്ടുണ്ട്.
ഞാൻ മോഷ്ടിച്ചിട്ടുണ്ട്, വ്യഭിചാരം ചെയ്തിട്ടുണ്ട്, കള്ളസാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പാപം ചെയ്ത ലിസ്റ്റാണോ പറയണേ? ആണോ? ഞാൻ ഇതൊക്കെ കഴിഞ്ഞിട്ട് പറഞ്ഞത് ഇതൊക്കെ ചെയ്ത് ഞാൻ അറിയില്ല. നമ്മളെ കുറിച്ചും നമ്മുടെ ഇഷ്ടം നമ്മൾ പണിയെടുക്കാൻ തുടങ്ങിക്കഴിഞ്ഞാല് അത് ദൈവത്തിന് ഇഷ്ടമാണെന്ന് കുഴപ്പമില്ല. അതായത് എന്റെ ഇഷ്ടവും എന്നെ കുറിച്ചുള്ള എന്റെ ഇഷ്ടവും എന്നെ കുറിച്ചുള്ള ഈശ്വര ഇഷ്ടവും ഒന്നാണെങ്കിൽ നമ്മൾ പണിയെടുക്കുന്നത് തെറ്റൊന്നുമില്ല. പക്ഷെ നമുക്ക് പ്രശ്നം നേരെ തിരിച്ചാണ്. ഇത് എന്നെ കുറിച്ചുള്ള ദൈവ ഇഷ്ടമല്ലാതെ ഞാൻ കുറെ നേരം ഓടിക്കഴിഞ്ഞാൽ നമ്മുടെ കർത്താവ് ആ പടിയിലേക്ക് വരില്ല. അങ്ങനെയാണ് ഈശോ നമ്മുടെ ജീവിതത്തിൽ പറക്കില്ല. ഈശോ നമ്മുടെ ജീവിതത്തിൽ പറക്കണമെങ്കിൽ, ഈശോ ഒപ്പം ഉണ്ടാകണമെങ്കിൽ അതിന് ഈശോയുടെ ഇഷ്ടം ഉണ്ടാകണം. അല്ലാതെ ഞാൻ നമ്മളത്തേക്ക് വരാനായിട്ട് എന്റെ അടിമയില്ലാത്ത ദൈവം എനിക്ക് അടിമയുണ്ടെങ്കിൽ എനിക്ക് പറയാം അത് ചെയ്ത ഇത് ചെയ്ത അത് ചെയ്യും, പണിക്കാരൻ ചെയ്യും. കർത്താവ് അങ്ങനെ ഈശോയുടെ പണിക്കാരൻ വിനോദമല്ല. നമ്മൾ ഈ ദൈവത്തെ കാണുന്ന പല കാര്യങ്ങളിൽ നമ്മൾ ശരിക്കും മനസ്സിലാക്കാൻ പോകാത്തത് കുഴപ്പമാണ്. ഈ തിരിച്ചറിവുകൾ എപ്പോഴും നമുക്കൊക്കെ അറിഞ്ഞ ഒരാളെ നഷ്ടപ്പെട്ടു. നമ്മുടെ ദൈവം എന്ന് പറയുന്നത് നമുക്ക് ആരാണ് എന്നുള്ളത് ചിലപ്പോഴേ നമ്മൾ തെറ്റിദ്ധാരണ റോബോട്ടാണ് എന്റെ ദൈവം, എന്റെ വേലക്കാരനാണ് എന്റെ ദൈവം. ആണോ? നമ്മളെ കുറിച്ച് ഞാൻ ഒരു മനുഷ്യനെ കുറേ നാളുണ്ട് ഞാൻ സുധാരിക സമയത്ത് അച്ഛൻ പറഞ്ഞ ഒരാൾ കാണാം. അപ്പൊ ആ സമയത്ത് കണ്ടിന് വളരെ പ്രയാസമുള്ള ഒരു സമയം. അപ്പൊ ആ കാലഘട്ടത്തിൽ ഒരു ഗിഫ്റ്റ് ആയിരുന്നു. ആരെയും നമ്മൾ കാണാൻ വരുന്നതിന് മുമ്പേ വരുന്ന ആളുടെ ആവശ്യം നടത്തുന്നത് എനിക്ക് നേരത്തെ അറിയാം. ചില വിശ്വാസങ്ങളായി പറഞ്ഞു, ചില കാര്യങ്ങൾ പറഞ്ഞു, ഞാനത് വേഗം അത് മറ്റൊരു രീതിയിൽ കുറിച്ചു. അങ്ങനെ ഈ മനുഷ്യൻ ഞായറാഴ്ച ഉച്ച സമയത്താണ് വരുന്നത്. വരുന്നതിന് മുമ്പ് വെച്ച് പറഞ്ഞത് 2-3 കാര്യങ്ങൾ പറയണം. 46 എന്ന് പറയുന്ന ഒരു നമ്പർ. അപ്പൊ ഞാൻ സാധാരണ എനിക്ക് കിട്ടിയ കാരണം നഷ്ടപ്പെട്ട പോകാതിരിക്കാൻ വേണ്ടി കുറിച്ചു വെച്ചു. ഞാൻ ഈ മനുഷ്യ പല സമയത്ത് ഞാൻ എനിക്ക് അടുത്ത് വന്നിരിക്കുമ്പോൾ കാണാനാണ് പറ്റും. പക്ഷെ ഞാൻ അടുത്ത ദിവസം എനിക്ക് മനസ്സിലായി എത്ര വയസ്സല്ല. ഞാൻ വിചാരിച്ചത് 46 വയസ്സുള്ള ഒരാളാണ് വരുന്നത്. അതിനേക്കാളും മുതിർന്ന ഒരു ചേട്ടനാണ്. ഞാൻ സംസാരിക്കുന്നത് പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാല് തൃശ്ശൂരിലെ ഭയങ്കരമായിട്ട് സാമ്പത്തികമായിട്ട് മേഖലയിൽ ഉയർന്നു വന്നിരുന്ന വലിയൊരു ബിസിനസ് ചെയ്തിരുന്ന മനുഷ്യനാണ്. എന്റെ അടുത്ത് മനുഷ്യൻ വരുന്നത് മനുഷ്യന്മാരുടെ പ്രശ്നം, ഞാൻ ആ ബിസിനസ് എനിക്ക് നഷ്ടമായി, ഞാൻ ഇവിടെ ചെയ്തത് നഷ്ടമായി, കടമായി, അങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. പക്ഷെ കുറേ കടമുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു എന്തോരമുണ്ട് ഈ കട. അപ്പൊ ഈ മനുഷ്യൻ മനക്കണക്കൊക്കെ കൂട്ടിയിട്ട് 10, 20, 25, 27, 30, 32, ഒരു 46 ഉണ്ടാവും. അപ്പൊ എനിക്ക് ഒരു തരത്തിൽ ആശ്വാസമായി, വേറൊരു തരത്തില് എനിക്ക് ആശങ്കയായി. 46 ആണെന്ന് പറയുന്നത് 46 നേരത്തെ നമുക്കൊരാൾ പറഞ്ഞു ചിന്തിക്കുന്നുണ്ട്. ഞാൻ ചോദിച്ചു 46 ഞാൻ വിചാരിക്കണം 46 രൂപ കടമാണോ? 460 രൂപ കടമാണോ? എനിക്ക് പ്രയാസപ്പെടുന്നത് പോട്ടെ. 4600 രൂപ പോട്ടെ. 46,000 രൂപ കടമാണോ? വലിയ തീർക്കാൻ പറ്റാത്ത പ്രയാസം. പോട്ടെ. 4,60,000 കുറച്ചൊരു ദൂരമുണ്ട്. 46 ലക്ഷം ദൂരമുണ്ടോ? ഭയങ്കര ഈ മനുഷ്യൻ വെച്ചാൽ 46 കോടി രൂപ. ഞാൻ അത്രയും വലിയ പോലീസിനെ ആദ്യമായിട്ടാണ് കണ്ടത്. ഈ മനുഷ്യനായ കുറെ നേരം പള്ളി വരുന്നത് പ്രാർത്ഥിക്കുന്നതൊക്കെ ചെയ്തതൊന്നും ശരിയാകില്ല. അങ്ങനെ ഞാൻ ഈ മനുഷ്യനെ എഴുതി വെച്ചതൊക്കെ കാണിച്ചു കൊടുത്തു, സംഭവങ്ങൾ മെസ്സേജുകളൊക്കെ കാണിച്ചു കൊടുത്തു.
ഞാൻ പറഞ്ഞാൽ എനിക്ക് എന്താണ് എങ്ങനെയാണോ അറിയില്ല, പക്ഷെ ചേട്ടൻ്റെ ജീവിതത്തിൽ ഈശോ ഇടപെടുന്നുണ്ട് എന്നുള്ളത് ചേട്ടൻ വിശ്വസിച്ചാലും ശരി എനിക്ക് ഉറപ്പാണ്. എല്ലാ കാര്യങ്ങളും വരാനായിട്ട് നിങ്ങൾ ആരാണ് എന്താണെന്ന് എനിക്കറിയില്ല, പക്ഷെ ഈ സാധനം ഈശോ പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം ഇത് പറഞ്ഞു തന്ന ഈശോ നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെടാനും കൂടെ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളത്. ഇദ്ദേഹത്തിന് ആശ്വാസമായി ഇദ്ദേഹം എന്ന് വെച്ചാൽ ഇത് ഇങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ ഇത് തീരും, അത് അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ ഇത് തീരും. അങ്ങനെ ഈ മനുഷ്യന്റെ കയ്യിൽ ഓൾറെഡി സെറ്റ് ആയിട്ടുള്ള പ്ലാനുകളുണ്ട്, എങ്ങനെ കാര്യം തീർന്നുണ്ട്. ഈ മനുഷ്യൻ മറ്റൊരു കാര്യം ആധാരങ്ങളിലായി പ്രാർത്ഥിക്കാൻ കൊണ്ടുപോകാൻ ഈ മനുഷ്യൻ പ്രാർത്ഥിക്കാൻ അതിന് ബാങ്ക് കൊണ്ടാണ് വരുന്നത്. ഈ മനുഷ്യൻ അത്രയധികം സമയം ജീവിക്കാനായിട്ട്. അപ്പൊ ഞാൻ ആദ്യം വിചാരിച്ച് കൈകളെല്ലാം കുരിശിലും ഓരോ പണ്ടിലും മുഴുവയ്ക്കാം. 2-3 പണ്ടിലൊക്കെ വെച്ചപ്പോ കുരിശിട്ട് വീണു. പിന്നെ നോക്കിയാണോ ചേട്ടൻ കഴിച്ച് എല്ലാം ഒരുമിച്ച് വയ്ക്കിപ്പോ. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ച് ആസ്വദിച്ച് പറഞ്ഞ സമയത്ത് ഇദ്ദേഹം എന്താ പറഞ്ഞാൽ ഇതിങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഇത് ശരിയാവും, ഇതിങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഇത് ശരിയാവും, അത് ആള് വിളിച്ചാൽ ഇത് ഇയാള് വിളിച്ചാൽ എന്തെങ്കിലും പല കാര്യങ്ങളും അദ്ദേഹം പറഞ്ഞു വെച്ചു. ഇതെല്ലാം പറഞ്ഞു വെച്ചതിന് ശേഷം ഇദ്ദേഹം പോയി. അടുത്ത പ്രാവശ്യം ചേട്ടനെ പോലെ വരുന്നു, ഇതേപോലെ കുറെ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, പോകുന്നു. അങ്ങനെ ഇടയ്ക്ക് ഇദ്ദേഹം വരും, പ്രാർത്ഥിക്കാൻ വരും, ഇങ്ങനെ രീതിയിൽ നടത്താൻ വേണ്ടി പ്രാർത്ഥിക്കാൻ പറയുന്നു, പോകും. അങ്ങനെ ഒരു പ്രാവശ്യം ചേട്ടൻ കുറെ പ്രാവശ്യമായില്ലേ ഇങ്ങോട്ട് കുറെ കാര്യങ്ങൾ പറഞ്ഞു, ഇങ്ങനെ ചെയ്താൽ ശരിയാവും. നമുക്ക് ഈശോയെ അങ്ങനെ പ്രാർത്ഥിക്കണം ചേട്ടൻ, നമുക്ക് ഈശോയെ നിന്റെ ഇഷ്ടം ഉണ്ടാവും അതുപോലെ നമുക്ക് പ്രാർത്ഥിക്കും. അപ്പൊ ഇദ്ദേഹം അങ്ങനെയല്ല, അത് ഇത് ശരിയായാലും ഇതിനെ റെഡിയാ മാത്രത് ചേട്ടൻ ഈ റെഡി ആവും ശരിയാവുന്നത്. ഇത്ര നാളെ വല്ലതും റെഡിയായ വല്ലതും ശരിയായ ഇല്ല. ഇനി ഒരാൾ പ്രാർത്ഥന ചോദിക്കും മേലാത്ത ഇന്ത്യയിൽ നിങ്ങൾ ഈശ്വരൻ ഇത്രയും കടകൾ ഇതിനെ നിന്റെ ഇഷ്ടത്താണോ അത് നടക്കണേ പ്രാർത്ഥിക്കണം. ഈ മനുഷ്യൻ പോയി കുറച്ച് സമയം വീണ്ടും ഈ മനുഷ്യൻ കയറി വരുന്നുണ്ട്. അപ്പൊ ഞാൻ എന്റെ സെക്രട്ടറിയൊക്കെ പോയി തിരിച്ചു വന്നിരിക്കുന്നു. ഉച്ചത്തിയാനുള്ള സമയമാണ്. ഇദ്ദേഹത്തെ കണ്ണൊഴിക്കാൻ ചേട്ടാ ഞാൻ പ്രാർത്ഥിച്ചോളാം, തലവേദന എടുത്തില്ല, കുറച്ച് കിടന്നിട്ട് കുർബാനയ്ക്ക് കയറും, ഞാനിത് നോക്കി പ്രാർത്ഥിച്ചോളാം. അപ്പോൾ ഈ ഇദ്ദേഹം എഴുതി സപ്പോർട്ടില്ല, ഞാൻ ഒരു കാര്യം പറയേണ്ടി വന്നത് എന്റെ എല്ലാം ശരിയായി പറയേണ്ടി വന്നത്. അപ്പൊ എന്റെ തലവേദന ചില നേരത്തേക്ക് മാറി. എല്ലാം ശരിയായി 46 ശരിയായി. അച്ഛനൊക്കെ ഭയങ്കര വിഷമം ദേഷ്യമൊക്കെ വന്നു. കാരണം അതാ മനസ്സിലാക്കുന്നത് വൃത്തിയില്ലായിരുന്നില്ല. എന്നാൽ അച്ഛൻ പറഞ്ഞത് വിചാരിച്ചാൽ ഞാൻ ഒരു കാര്യം ചെയ്യാൻ തുടങ്ങി. ചെന്നിരുന്ന് പ്രാർത്ഥിക്കും, ഈശോയെ എന്നെ കുറിച്ചുള്ള നിന്റെ ഇഷ്ടം വേണം, അത് നിറവേറട്ടെ, എനിക്ക് പ്രാർത്ഥിക്കാൻ കൂടി കാണാം. ഞാൻ അങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. എന്നിട്ട് അച്ഛൻ ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരാള് വന്നിട്ട് എൻ്റെ ഈ ഒരു പ്രൊജക്റ്റ് ഉണ്ട്, ഇത് മുഴുവനും ആള് മേടിച്ചു. എന്നിട്ട് അത് മേടിച്ച് ബാക്കി കാര്യങ്ങൾ റെഡിയായി. അത് കഴിഞ്ഞ് അന്ന് ഈ മനുഷ്യൻ പ്രാർത്ഥിച്ചു. പിന്നെ ഈ മനുഷ്യൻ എപ്പോ കാണുന്നു അച്ഛൻ 46 നോക്കിയിട്ടാ 3 വർഷം മനുഷ്യൻ ചികിത്സാക്കായ നമ്മളെ കുറിച്ചിട്ടുള്ള നമ്മുടെ ഇഷ്ടത്തിൽ ഈശോ ഉണ്ടാകണം എന്ന് നിർബന്ധമില്ല. നീ ഏത് സാഹചര്യത്തിൽ ഈശോ ആഗ്രഹിക്കുന്നുണ്ട്, നീ അത് തിരിച്ചറിവാദം ചെയ്തിട്ട് നിന്നെ കുറിച്ചിട്ടുള്ള നിന്റെ ഈശോ ഇഷ്ടം അതിനു വേണ്ടിയിട്ട് പരിശ്രമിക്കും. നമ്മൾ ഒന്നും ചെയ്യാതെ നമുക്കൊരു ആഗ്രഹം ഉണ്ടാവും ഇന്നത് ചെയ്യണം, പക്ഷെ നമ്മൾ തരത്തിലുള്ള വഴികളായി ചിലപ്പോൾ വ്യത്യാസം ഉണ്ടാകും, തെറ്റിപ്പോകുന്നു. ഈ തെറ്റായ ദിശയിലൂടെ സഞ്ചരിച്ചു കഴിയുമ്പോൾ ശരിയാകുന്നില്ല, എന്തോ വലിയ ബന്ധമാണ്. ബന്ധത്തിലാണ് പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അതെല്ലാവർക്കും ഉള്ളതൊന്നല്ല. ചിലപ്പോ അത് നമ്മുടെ കാര്യങ്ങൾ ബാധിക്കുകയൊക്കെ ചെയ്യാം. ചിലപ്പോൾ
എല്ലാം നടന്നില്ല. ഞാൻ തന്റെ ഗ്ലാസ് താഴെ കൂട്ടി തന്റെ പൂർവിക ശാസ്ത്രമാണ് ഗ്ലാസ് കൂട്ടിയത്. നേരെ ഇരിക്കാത്തോടാണ് കൂട്ടിയത്. ഓരോ പ്രശ്നങ്ങളുണ്ടാകുന്ന പ്രശ്നങ്ങളെല്ലാം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. എനിക്ക് കർത്താവ് തരാനായിട്ടുള്ള കാര്യങ്ങള് കർത്താവ് ഒരു വഴി റെഡിയാക്കി വെച്ചിട്ട് റെഡിയാക്കി എടുക്കുന്നുണ്ട്. ഞാൻ ആ വഴികൾ പോകുന്നത് ഞാൻ വേറെ വഴിക്ക് പോയാലാ. എന്നെ കുറിച്ചുള്ള എന്റെ ഇഷ്ടങ്ങൾക്കപ്പുറത്ത് എന്നെ കുറിച്ചുള്ള ഈശോ ഇഷ്ടം എന്താണ്? ഇത് നമ്മൾ ചെയ്യാത്ത പക്ഷം ഈശോ ദൂരേക്ക് വരില്ല. നമ്മൾ പറയുന്ന പോലെ കൂടുണ്ടാക്കി ശരീരമാക്കി നോക്കി നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ കുഞ്ഞിനാളുകളെ കേട്ടില്ലേ, 1000 കൂടുതൽ ഉണ്ണിയെന്ന് പറഞ്ഞാൽ നിന്റെ ഹൃദയത്തിൽ ഉണ്ണി പറഞ്ഞില്ലെങ്കിൽ ബിസിനസ് ഈശ്വരൻ ഉണ്ടാവും. പക്ഷെ ഈശ്വരൻ ഉണ്ടാവില്ല. കാരണം നമ്മൾ ആളുടെ ഇഷ്ടം നോക്കിയിട്ടല്ല ചെയ്തിട്ടുള്ളത്. ഈ 25 ദിവസം ഞാൻ ഈശ്വര ഇഷ്ടം നോക്കാതെ ഞാൻ എനിക്ക് തോന്നിയ പോലെ കാര്യങ്ങൾ ചെയ്തത് 25-ാം തീയതി ഓക്കെ ഇഷ്ടം വരുമ്പോൾ നമ്മൾ തിരിച്ചറിയുന്നത് വലിയൊരു സംഭവമാണ്. പലപ്പോഴും നമുക്ക് ഏറ്റവും വലിയ പരാജയം എന്താ പറയുക, നമുക്ക് വചനം നമ്മുടെ കയ്യിൽ കിട്ടുന്നത്, പ്രാർത്ഥന നമ്മുടെ കയ്യിൽ കിട്ടുന്നത്, നമുക്കിത് വിവേചിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടുള്ള വഴികൾ നമുക്ക് മനസ്സിലാവില്ല. അത് യോസേഫിനോട് നമ്മൾ പ്രാർത്ഥന സഹായിച്ചു. കാരണം ഉണ്ണിയെ നഷ്ടപ്പെടാതെ നോക്കിയ പരിശുദ്ധ അമ്മയെ കൊണ്ട് ആ കഴുതപ്പുറത്ത് നടന്ന് ബത്ലഹേമിലേക്ക് ചെന്ന് സത്രത്തിലെ സ്ഥാനം കിട്ടാതെ വന്നിട്ട് ഒരു കാലിത്തൊഴുത്തിൽ പോയി പ്രസവിച്ച് അതിനുശേഷം ദിവസങ്ങൾ പിന്നീട് ഈജിപ്തിലേക്ക് പോകുന്നു. ഈജിപ്തിൽ നിന്ന് വരുന്നു, നസ്രത്തിൽ നിന്ന് പാർക്കുമ്പോഴെല്ലാം സ്വർഗത്തിലെ സ്വപ്നം തിരിച്ചറിഞ്ഞ് ഓരോ നിമിഷം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കൃപ കിട്ടി ഈ സ്വപ്നത്തെ തിരിച്ചറിയാനായിട്ട്. നമ്മുടെ പ്രശ്നം എന്താ? ഇപ്പൊ നമ്മളായിട്ട് പരിശുദ്ധ അമ്മയും ഉണ്ണീശോയും കൊണ്ടുപോകുന്നെങ്കിൽ മിക്കതും ദിവസത്തിന്റെ മലയാളികൾ അവരുടെ കയ്യിൽ 2 പേര് ഇരിച്ചിട്ട് നമ്മളെവിടെയെങ്കിലും രക്ഷപ്പെട്ടു. എന്നിട്ട് നമ്മൾ പറയുന്ന ബന്ധനാണ് ഇത് മരിച്ചു, ബന്ധനാണ്. എല്ലാവരും കയറി പിടിച്ചിട്ട് ഒരിക്കലും അമ്മ കുഞ്ഞിനെ കൊണ്ടുപോകും. ഇപ്പൊ വരുന്നതിന് മുമ്പ് എനിക്ക് അറിയാവുന്ന പ്രായമായൊരു സിസ്റ്റർ കൊച്ചിനെ കൊണ്ട് അനീതിയുടെ മകള് വരുന്നുണ്ട്. അച്ഛൻ പ്രാർത്ഥിക്കണം, ഒരു ഡെലിവറീസ് പറഞ്ഞു ആ കൊച്ചു. കൊച്ചു വന്ന് അമ്മയെ വന്നു, ഞാൻ പ്രാർത്ഥിക്കാതിരിക്കുമ്പോഴാണ് എനിക്ക് കൊച്ചിനെ കുറിച്ച് ഒന്നും തോന്നുന്നില്ല. എനിക്ക് തോന്നുമ്പോൾ ഈ കൊച്ചിനെ കൈ പിടിച്ചിരിക്കുന്ന അമ്മയെ കുറിച്ചിട്ട് മണ്ഡപം പള്ളി ഉണ്ടായി കുരിശ് വരച്ചിരുന്നു, വീട്ടിൽ കുടുംബാടന സമയത്ത് പ്രാർത്ഥിച്ചിരുന്നു, ഇതെല്ലാം പറഞ്ഞിട്ട് ഇപ്പൊ അതൊന്നും ചെയ്യില്ല. എന്തോ പ്രശ്നമുണ്ട്. ഞാൻ ഈ വീട്ടിൽ തലയിൽ വെച്ച് പ്രാർത്ഥിച്ചിട്ട് മെസ്സേജ് ചോദിച്ചു പറഞ്ഞു, സംഭവം ശരിയില്ല. പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ കൊച്ചിനെ ഈ ഹസ്ബൻഡിനെ വീട്ടിൽ ഈ പെണ്ണ് അവരുടെ ഹസ്ബൻഡിനെ വീട്ടിൽ ഒരു മാത്രമേ പ്രശ്നമുള്ളൂ. അതായത് ഇപ്പൊ അവളുടെ വീട്ടിലാണ് ഉള്ളതെങ്കിൽ അവൾ പോകുന്ന സമയത്ത് ആ പള്ളിയെ കുരിശാക്കി കുടുംബാണ് പക്ഷെ ഇവളുടെ ഹസ്ബൻഡിന്റെ വീട്ടിലേക്ക് വന്ന് തോന്നുന്നു നടന്നില്ല. അപ്പൊ ഈ അമ്മയ്ക്കുള്ള കുറച്ച് പ്രശ്നങ്ങൾ പ്രയാസമുള്ള സമയത്തുള്ള ദേഷ്യ വിഷമൊക്കെ വീട് പ്രാർത്ഥിച്ച് ശരിയാണ് എന്റെ കാര്യങ്ങൾ സംസാരിച്ചപ്പോൾ എനിക്കിപ്പോ മനസ്സിലായിച്ചില്ല എന്റെ കുഴപ്പമാണ്. പക്ഷെ ഇങ്ങനെ ആയിരുന്നു തിരിച്ചറിയാൻ പറ്റില്ല. വന്നതിന് വേണ്ടിയിട്ട് കൊച്ചിനെ നമുക്ക് ഇപ്പൊ കുമ്പസാരിക്കാൻ പ്രയാസമില്ലാത്ത കുമ്പസാരിച്ച് പ്രാർത്ഥിച്ചു. ഞാൻ പ്രാർത്ഥിച്ചോളാം. എന്റെ ജീവിതത്തിൽ എന്റെ ഈശോ പറയണമെങ്കിൽ
ഈ സാധനം നമ്മൾ രാവിലെ കേട്ട് പഠിച്ചത് ഉള്ളിലിട്ടുണ്ടാവണം. എന്നെ കുറിച്ചിട്ട് എൻ്റെ ഈശോയുടെ ഇഷ്ടങ്ങൾ, അത് എൻ്റെ ഇഷ്ടങ്ങളെക്കാളും നല്ലതായിരിക്കും തിരിച്ചറിയാൻ. ഞാൻ ആദ്യം ചിന്തിക്കേണ്ടത് എന്തിനു വേണ്ടിയിട്ടാണ്. നമുക്ക് മുൻഭാഗത്തേക്ക് കടന്നിരിക്കാം. ആരാധന സമയത്തേക്ക് നമുക്ക് പ്രവേശിക്കാം. ആരാധന സമയം പ്രാർത്ഥിക്കുമ്പോൾ ഈ മേഖലകളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നത് എൻ്റെ സ്നേഹത്തോട് ഈ കാൽവരിയിലെ കുരിശുമരത്തിലെയും അവൻ ആരംഭിച്ചവൻ അതിന്റെ താളത്തിന്റെ ഇടയിലുള്ള ഒരു സമയം. ആ സമയം അവൻ ഗെത്സമേനയിലുള്ള ഒലിവ് തോട്ടത്തിൽ നിന്ന് പ്രാർത്ഥിക്കുകയാണ്. പിതാവായ ദൈവത്തിനടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ ഈശോ അതിനെപ്പോലെ തീവ്രമായിട്ടുള്ള വേദനയോടെ കടന്നു പോവുകയാണ്. കാരണം അവൻ പരിശുദ്ധ കുർബാനായിക്കൊണ്ടിരിക്കുന്ന സമയമാണ് അത് മുഴുവനും. പിതാവിനെ സംബന്ധിച്ച് പ്രാർത്ഥിച്ചു തന്നാണ്, പിതാവെ ഇതൊന്നും മാറ്റി തരണം, മാറ്റിത്താം. ഈശോ പറഞ്ഞുകൊണ്ടിരുന്ന പിതാവെ നിന്റെ സ്വപ്നത്തിന് പകരം എന്റെ സ്വപ്നം അതിന് പകരം വയ്ക്കാമോ? എന്നെ കുറിച്ചുള്ള എന്റെ സ്വപ്നങ്ങള് വേണം എന്ന് വെച്ചിട്ട് എന്നെ കുറിച്ചിട്ടുള്ള ദൈവത്തിന്റെ സ്വപ്നങ്ങള് വേണ്ട എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച ഈശോ. ഈശോ പ്രാർത്ഥന തീരുന്നില്ല, പ്രാർത്ഥിച്ചു തുടങ്ങിയതായിരിക്കും. ഈശോ ആ പ്രാർത്ഥന പൂർത്തിയായത് എങ്ങനെയാണെന്ന് നമുക്കറിയാം. എന്റെ ഇഷ്ടമല്ല, അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ. എന്നെ കുറിച്ചുള്ള എന്റെ ഇഷ്ടം അല്ല, എന്നെ കുറിച്ചുള്ള പിതാവേ അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ എന്ന് ഈശോ പ്രാർത്ഥിച്ചിട്ടാണ് ആ പ്രാർത്ഥന അവസാനിപ്പിക്കുന്നത്. എന്നിട്ട് അവൻ ആരംഭിക്കുകയാണ് ഒരു പീഡാസഹനത്തിന്റെ യാത്ര. തുടർന്ന് പടയാളികളോട് പിടിച്ചുകൊണ്ട് പോകുന്നു. ഒരു കവർച്ചക്കാരൻ പോലെ പിടിച്ചുകൊണ്ട് പോയി അവൻ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടി അവനെ പീഡനങ്ങൾ വിധേയനാക്കുന്നു. ഘോരമായ രീതിയിൽ ആ രാത്രികളെ ഉറക്കാനായിട്ട് ഈശോ ഉറങ്ങാൻ കുതിച്ച നെടുകയിലേക്ക് കടന്നു ചെന്ന് അവിടെ വെച്ച് എല്ലാം പൂർത്തിയായി എന്ന് പറഞ്ഞ പിതാവിനോട് പറയുന്നു, പിതാവേ എല്ലാം പൂർത്തിയാവുകയാണ്, ആ ബലി പൂർത്തിയാവുകയാണ്, ഞാൻ പരിശുദ്ധ കുർബാനയെ കാണുകയാണ് പൂർണ്ണമായിട്ട്. എന്നെ കുറിച്ചിട്ടുള്ള എന്റെ സ്വപ്നം ഈശോയോട് പറയാൻ അങ്ങനെയാണ്. എന്നെ കുറിച്ചുള്ള എന്റെ സ്വപ്നം മാറ്റിവെച്ചിട്ട് എന്നെ കുറിച്ചുള്ള പിതാവിന്റെ സ്വപ്നം നിറവേറ്റിയതാണ് ഈ പരിശുദ്ധ കുർബാന. എന്നെ കുറിച്ചുള്ള എന്റെ സ്വപ്നമല്ല, എന്നെ കുറിച്ചുള്ള പിതാവിന്റെ സ്വപ്നമാണ് ഈ പരിശുദ്ധ കുർബാനയിൽ ഞാൻ ഉണ്ടാകണം. എന്റെ ഇതെല്ലാം ഈശോയുടെ തിരിച്ചറിയാൻ പിതാവിന്റെ തിരിച്ചറിയാൻ കൃപ ചെയ്യണമേ. Hare
ഒരുപാടുണ്ട്. പ്രിയപ്പെട്ടവരെ, രാവിലെ 10 മണി മുതൽ ഇത്രയും സമയം വരെ ദൈവം നമ്മെ വളരെ ശക്തമായിട്ട് അഭിഷേകത്തിലുള്ള ശുശ്രൂഷയിലൂടെ നമ്മെ നയിക്കുകയായി. നമുക്ക് സർവശക്തനായ ദൈവത്തിന്റെ കരങ്ങളടിച്ച് നമുക്ക് നന്ദി പറയുന്നു. പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം തുടക്കം മുതലേ ഇവിടെ നിറഞ്ഞു നിന്നിരുന്നു. പരിശുദ്ധ അമ്മ നമ്മോട് കൂടെ ഉണ്ടായിരുന്നു. പരിശുദ്ധ അമ്മയെ നമുക്ക് കരങ്ങളടിച്ച് നന്ദി പറയാം. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമുക്ക് ഇതിനെല്ലാം നമുക്ക് അനുവാദം തരുന്നത് നമ്മുടെ ലോകവികാരിയാണ്. അവർ നമുക്ക് ഇതിനു വേണ്ടി എല്ലാ പ്രോത്സാഹനം തന്ന് പ്രത്യേകമാർഗം ഇവിടെ ഈ മാതാവിന്റെ തീർത്ഥ കേന്ദ്രത്തിന്റെ എല്ലാ നിയോഗങ്ങൾക്കും വേണ്ടി നമ്മൾ നാളുകളായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. നമുക്ക് വേണ്ടി എല്ലാ സപ്പോർട്ടും ചെയ്യുന്ന നമ്മുടെ വികാരിച്ചിനെ കുറിച്ചിനെ മാത്രം ശക്തമായിട്ട് കൈകാര്യം ചെയ്യുന്നു. കർത്താവിന്റെ ഹിതമായിരുന്നു ഇന്നിവിടെ നമ്മുടെ പോളച്ചൻ ഇവിടെ കടന്നു വരണമെന്നുള്ളത്. പ്രിയപ്പെട്ടവരെ, അത് എത്രയോ മുന്നേ കർത്താവിന്റെ പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പോളച്ചന് ഇന്നിവിടെ കടന്നു വരുവാനും നമുക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യുവാനും സാധിച്ചത്. നമ്മുടെ വിളി അനുസരിച്ച് കടന്നു വന്ന് വളരെ സന്തോഷത്തോടു കൂടി നമുക്ക് വേണ്ടി അതിശക്തമായ ശുശ്രൂഷ ചെയ്ത് നമ്മെ സഹായിച്ച പോളച്ചനെ ഓർമ്മ ശക്തമായിട്ട് കൈകളടിച്ച് നന്ദി പറയാം. അതുപോലെ തന്നെ നമുക്ക് വേണ്ടി എന്നും എപ്പോൾ വിളിച്ചാലും റെഡി ആയിട്ട് വരുന്ന ഷനോജ് ബ്രദറിനെ എപ്പോൾ വിളിച്ചാലും ഞാൻ വിളിച്ചാൽ മതിയായിട്ട് ഞാൻ വന്നേക്കാമെന്ന് പറഞ്ഞ് നമുക്ക് വേണ്ടി നല്ല സപ്പോർട്ടായി നൽകുന്ന ഷനോജ് ബ്രദറിനെ ഓർക്കും ശക്തമായിട്ട് നന്ദി പറയാം. ഇവിടെ ഇതിന്റെ പിന്നിലൊക്കെ ഇത്തിരി സഹായിക്കുന്നതാണ് നമ്മുടെ ജെയ്സൺ ചേട്ടൻ. നമ്മുടെ ഇവിടുത്തെ ദേവാലയ ശുശ്രൂഷി എല്ലാ കാര്യങ്ങളും എപ്പോ പറഞ്ഞാലും നിങ്ങൾക്കറിയാമോ, നമ്മളിപ്പോ കഴിഞ്ഞ ഓഗസ്റ്റ് 28-ാം തീയതി മുതൽ ഇവിടെ ജപമാല ചുറ്റും നടന്ന് നമ്മൾ ജപമാല ചൊല്ലുന്നുണ്ട്. 100 ദിവസത്തിലേറെയായി നമ്മളിവിടെ രാത്രിയിൽ 7 മണിയുടെ ജപമാല. അതുപോലെ ഈ മാസത്തിൽ 1-ാം തീയതി മുതൽ നമ്മളിവിടെ വചനപാരായണം നടത്തുന്നുണ്ട്. ഇതിനൊക്കെ എല്ലാ കാര്യങ്ങളും കൂടെ നിന്ന് നമ്മൾ സഹായിക്കുന്ന ജെയ്സൺ ചേട്ടൻ നമുക്കൊരു കൈകളടിച്ച് നടത്തുന്നുണ്ട്. എല്ലാ കാര്യങ്ങളിലും ഇതിനോടൊപ്പം കൂടെ നിൽക്കുന്ന നമ്മുടെ പ്രാർത്ഥനാ ഗ്രൂപ്പുകള് സഹോദരിമാരെ എല്ലാവരെയും നമ്മൾ ഒറ്റക്കെട്ടത്തിൽ പ്രിയപ്പെട്ടവരെ നമ്മൾ നമ്മുടെ തീർത്ഥ കേന്ദ്രത്തിന്റെ ഉന്നതിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അതിശക്തമായിട്ട് ദൈവത്തിന്റെ ഇടപെടലുകൾ ഈ ദേവാലയത്തിൽ തീർത്ഥ കേന്ദ്രത്തില് ഇത് നമ്മുടെ കേരളം മാത്രമല്ല ഭാരതം ലോകം മുഴുവൻ വ്യാപിക്കാൻ തക്കത്തിലുള്ള ഒരു അഭിഷേകം ദൈവം നമുക്ക് തരും. ആ വലിയ വിശ്വാസത്തോടു കൂടി ഇനിയുള്ള ദിവസങ്ങളിൽ നമുക്ക് ശക്തമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം. കടന്നു വന്ന എല്ലാവരെയും നമുക്ക് പരസ്പരം കൈകളടിച്ച് പരസ്പരം കൈകൾ കൊടുത്ത് നമുക്ക് നന്ദി പറഞ്ഞ് നമുക്ക് ആശംസിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരസ്പരം കൈകൾ കൊടുത്ത് ഒന്ന് നന്ദി പറഞ്ഞ് നമ്മുടെ ദൈവഹിതം നിന്നിൽ നിറവേറട്ടെ. ദൈവത്തിന്റെ ഹിതം എന്താണെങ്കിൽ നമ്മൾ ഓരോരുത്തരും നിറവേറട്ടെ പരസ്പരം നമുക്ക് ആശംസിക്കാം. എല്ലാവർക്കും നന്ദി.